അദാനിക്കെതിരെ ആരോപണങ്ങൾ വന്നതോടെ ഇനി മോദി ദുർബലനാവും. മോദിയെ ദുർബലനാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ഡീപ് സ്റ്റേറ്റ് ഗൂഢാലോചന കൊഴുക്കുകയാണ്. മോദിക്കെതിരെ കാനഡ, അദാനിക്കെതിരെ US പ്രോസിക്യൂട്ടർമാർ, രണ്ടും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ. സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനായ ആനന്ദ് രംഗനാഥൻ നൽകുന്ന നിരീക്ഷണം വളരെ വ്യക്തമാണ്. ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും DMK ഭരിക്കുന്ന തമിഴ്നാട്ടിലും പദ്ധതികൾ കിട്ടാൻ അദാനിക്ക് കോടികളുടെ കൈക്കൂലി നൽകേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും രാഹുൽ ഗാന്ധി കുറ്റക്കാരനല്ല, മോദിയാണ് കുറ്റക്കാരൻ. എന്തൊരു വൈരുദ്ധ്യമാണ് എന്നാണ് സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനായ ആനന്ദ് രംഗനാഥൻ നൽകുന്ന നിരീക്ഷണം. കാനഡയിൽ ഖലിസ്ഥാൻ തീവ്രവാദി നിജ്ജാർ വധിക്കപ്പെട്ടത് പ്രധാനമന്ത്രി മോദിയുടെ അറിവോടെ എന്ന കുറ്റപ്പെടുത്തൽ കാനഡ നടത്തിയതിന് പിന്നാലെയാണ് US പ്രോസിക്യൂട്ടർമാർ അദാനി ഗ്രൂപ്പ് കരാർ കിട്ടാൻ $26.5 കോടി കൈക്കൂലി കൊടുത്തതായി ആരോപിച്ചിരിക്കുന്നത്. ഗൗതം അദാനിക്കെതിരെയും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സാഗർ അദാനിക്കും വിനീത് ജെയിനെതിരെയും കേസെടുത്തതായി പറയുന്നു. പക്ഷേ ഇതൊരു സാധാരണ പ്രക്രിയ മാത്രമാണ് എന്നും ഇന്ത്യയിലെ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഇതിനെ പെരുപ്പിച്ചു കാട്ടുകയാണ് എന്ന വാദങ്ങളും നിലവിലുണ്ട്. ഒരേ സമയം രണ്ട് വിദേശ രാജ്യങ്ങൾ രണ്ടുപേർക്കെതിരെ ആരോപണം ഉയർത്തുമ്പോൾ തന്നെ പ്രതിപക്ഷം ഇന്ത്യയിൽ മോദിയും അദാനിയും ചേർത്തുവെച്ച് കുറ്റവിചാരണ നടത്തുന്നു. മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും BJP നേതൃത്വത്തിലുള്ള NDA മുന്നണി വിജയിക്കും എന്ന് വോട്ടെടുപ്പിന് ശേഷമുള്ള അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് രണ്ട് വിദേശ രാജ്യങ്ങൾ പ്രധാനമന്ത്രിക്കും അദാനിക്കും എതിരെ ഏതാണ്ട് ഒരേ സമയം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആരോപണങ്ങൾ ഉയർത്തുന്നത്. ഒരു വർഷം മുൻപ് ഹിൻഡൻബർഗ് അദാനിക്കെതിരെ അക്കൗണ്ട് തട്ടിപ്പും ഓഹരി വില ഊതിവീർപ്പിക്കലും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ചാർത്തിയിരുന്നു. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്ന രഹസ്യ സംഘത്തിലെ അംഗമായ ജോർജ് സോറോസ് എന്ന ശതകോടീശ്വരൻ പറഞ്ഞത് ഒറ്റ വാചകമാണ്: അദാനിക്കെതിരെ ആരോപണങ്ങൾ വന്നിരിക്കുന്നു, ഇനി മോദി ദുർബലനാവും. അതെ, അന്നും അദാനിയെ വീഴ്ത്തുന്നതിലൂടെ മോദിയെ വളയുക എന്നത് മാത്രമായിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം. ദുർബലമായ രാജ്യങ്ങളിലെ ശക്തരായ ഭരണാധികാരികളെ അട്ടിമറിച്ച് പാവ സർക്കാരുകളെ അധികാരത്തിൽ കയറ്റി സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യുക എന്നത് തന്നെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന ഗൂഢസംഘത്തിന്റെ ലക്ഷ്യം. ഇതിൽ അമേരിക്കൻ സർക്കാർ പ്രതിനിധികളുണ്ട്, ശതകോടീശ്വരന്മാരുണ്ട്, വിവിധ രാജ്യങ്ങളിലെ ജേർണലിസ്റ്റുകളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, NGOകളുണ്ട്. ആ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം തന്നെയാണോ ഇന്ത്യക്കെതിരെ ശക്തമായി നടക്കുന്നത് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നു. മോദി സർക്കാരിനെ തിരഞ്ഞെടുപ്പ് രീതിയിലൂടെ താഴെയിറക്കാൻ സാധിക്കില്ല എന്നത് തെളിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇനി അട്ടിമറിയാകട്ടെ. അട്ടിമറിയിലൂടെ താഴെയിറക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അധോലോക നായകനായ ലോറൻസ് ബിഷ്ണോയിയെ മോദി സർക്കാരിന്റെ വാടക ഗുണ്ടയെ അവതരിപ്പിക്കുന്നു. ഇത് ഒരു പുതിയ കഥ സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ ഭാഗമാണ്. ഹിന്ദുവായ ഗുണ്ടയെ അന്യമതസ്ഥരെ വധിക്കാൻ മോദി സർക്കാർ ഇറക്കുന്നു എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഉയർത്തുന്നതും മോദിയുടെ പ്രതിച്ഛായ തകർക്കാൻ തന്നെയാണ്. ഇന്ത്യയിൽ മോദി സർക്കാരിനെ നിരന്തരം പ്രസംഗിക്കുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മുനവർ ഫറൂഖിയെ ലോറൻസ് ബിഷ്ണോയുടെ ഗുണ്ടകൾ വധിക്കാൻ വേണ്ടി പിന്തുടർന്നു എന്നും വാർത്തകളുണ്ട്. അതുപോലെ ബാബ സിദ്ദിഖി എന്ന NCP നേതാവ്, ഈ നേതാവിനെ വെടിവെച്ച് കൊന്നതും ലോറൻസ് ബിഷ്ണോയുടെ സംഘമാണ് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. നടൻ സൽമാൻ ഖാനെയും ലോറൻസ് ബിഷ്ണോയ് സംഘം വധിക്കുമെന്നും വാർത്തകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഒരേ സമയത്താണ്. ഒരു കഥയിലെ ആസൂത്രണം പോലെ ഇന്ത്യയിലെ രണ്ട് BJP നേതാക്കളായ മോദിയെയും യോഗിയെയും വ്യാജ കഥാ സൃഷ്ടികൾ പ്രചരിപ്പിക്കുക വഴി പ്രതിച്ഛായ തകർക്കുക, താഴെയിറക്കുക എന്ന ടൂൾ കിറ്റ് അമേരിക്കയിൽ വേരുകളുള്ള NGOകൾ തുടരുക തന്നെയാണ് എന്ന് വിശ്വസിക്കേണ്ടി വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് വീണ്ടും മണിപ്പൂർ പ്രശ്നം കത്തിക്കാളിയിരുന്നു. ഇതുവരെയുള്ള മണിപ്പൂർ പ്രശ്നങ്ങളിൽ ഭാഗമല്ലായിരുന്ന പ്രദേശത്താണ് ഇക്കുറി ആ ക്രമം വന്നത് എന്നതും ശ്രദ്ധേയം. അതിനു പിന്നിൽ ഗൂഢാലോചനയാണ്. അതിനുദാഹരണമാണ് മണിപ്പൂരിന് സ്വയംഭരണം നൽകണം എന്ന ചിദംബരത്തിന്റെ പ്രസ്താവന എന്നും വിലയിരുത്തലുകൾ. മ്യാൻമറിലെ വിഘടനവാദ നേതാക്കളുമായി കൈകോർത്തു നിൽക്കുന്ന ചിദംബരത്തിന്റെ ചിത്രം മണിപ്പൂർ മുഖ്യമന്ത്രി ബീരാൻ സിംഗ് പുറത്തുവിട്ടിരുന്നു. ഇതോടെ ചിദംബരത്തിന്റെ മറ്റൊരു മുഖമാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ യാദൃശ്ചികമല്ല, ആസൂത്രിതമാണ് എന്ന് ഈ സംഭവ വികാസങ്ങളിലൂടെ വ്യക്തമാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. അതും ഇന്ത്യയിൽ ഒരു സാമൂഹിക കലാപത്തിന് പ്രതിപക്ഷ പാർട്ടികളും NGOകളും വട്ടം കൂട്ടുന്നു എന്ന റിപ്പോർട്ടിനെ സാധൂകരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി മോദി സർക്കാരിനെതിരെ കാനഡയും US കേന്ദ്രീകരിച്ച് വലിയ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ഖലിസ്ഥാൻ തീവ്രവാദത്തിനെ എതിർക്കുന്ന ശക്തമായ സർക്കാർ എന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയ ശേഷം മോദിയെയും BJP സർക്കാരിനെയും സിഖുകാർക്കെതിരെ തിരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിച്ചതും നാം ഓർക്കേണ്ടതാണ്. എന്തായാലും മോദിക്കെതിരെ ആരോപണത്തിൽ കാനഡയ്ക്കെതിരെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. US നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ച ഊർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി നൽകിയിട്ടുണ്ടോ എന്ന ആരോപണത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവുമുണ്ട്. US പ്രോസിക്യൂട്ടർമാർ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി കമ്പനിയായ അസ്യൂർ പവർ ഗ്ലോബൽ ലിമിറ്റഡിനെ ചുറ്റിപ്പറ്റി
പറ്റിയാണ് അന്വേഷണം. എന്നാൽ അദാനി ഗ്രൂപ്പ് ഇത് നിഷേധിച്ചിരിക്കുന്നു. എന്നാൽ മറ്റൊരു കാര്യം പറയുകയാണ് എങ്കിൽ ആരോപണം ഉയർന്ന വ്യാഴാഴ്ച മാത്രം അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വില വീണ്ടും ഇടിഞ്ഞു. ഇതിനെ തുടർന്ന് അദാനി ഗ്രൂപ്പിന് 1200 കോടി ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടായത്. ഏതാണ്ട് ഹിൻഡൻബർഗ് ആരോപണ കാലത്തുണ്ടായ തിരിച്ചടിക്ക് തുല്യമായ തിരിച്ചടിയാണ് ഓഹരി വിപണിയിൽ അദാനിക്ക് ഉണ്ടായിരിക്കുന്നത്. മാസങ്ങളോളം എടുത്താണ് ഹിൻഡൻബർഗ് ആരോപണത്തിന്റെ തുടർച്ചയായി ഉണ്ടായ ആ ഒരു നഷ്ടം മാറ്റാൻ അദാനിക്ക് സാധിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയൊരു തിരിച്ചടി. എന്തായാലും വിദേശ അദാനിക്കെതിരെ വലിയ കരുനീക്കങ്ങൾ നടക്കുന്നു. ഡെമോക്രാറ്റുകളും ജോ ബൈഡനും അധികാരം വിട്ടൊഴിയുന്നു. പകരം റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപും അധികാരത്തിൽ വരുന്നു. എന്നാൽ ഡീപ് സ്റ്റേറ്റിന് കാര്യമായി ഒന്നും ചെയ്യാനാവില്ല എന്ന പ്രതീതിയെയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് എന്നും കരുതണം. സർക്കാരിനും അദാനിക്കുമെതിരെ ശക്തമായ നീക്കം നടക്കുന്നു. എന്തെങ്കിലും അന്വേഷണങ്ങൾ നടക്കുന്നു എന്ന് അറിയില്ല എന്നാണ് അദാനി ഗ്രൂപ്പ് നൽകുന്ന വിശദീകരണം. ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും അഴിമതി വിരുദ്ധ നിയമങ്ങൾക്കനുസരിച്ച് തന്നെയാണ് കമ്പനി അധികൃതർ പ്രവർത്തിക്കുന്നത്. എന്നാൽ അദാനിക്കോ കമ്പനിക്കോ എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായി റിപ്പോർട്ടുകളില്ല. അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നുൾപ്പെടെ വിവിധ പദ്ധതികൾക്കായി അദാനി ഗ്രൂപ്പ് കമ്പനികൾ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. US നിയമം ഫെഡറൽ പ്രോസിക്യൂട്ടർമാരെ അനുവദിക്കുന്നതിലാണ് ഇത്തരമൊരു അന്വേഷണമെന്നും പറയപ്പെടുന്നു. US സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ പോലും അദാനി ഗ്രൂപ്പ് കമ്പനിക്ക് സഹായം നൽകിയിട്ടുണ്ട്. US ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ശ്രീലങ്കയിലെ അദാനിയുടെ തുറമുഖ ടെർമിനലിനായി സഹായം നൽകിയിരുന്നു. 55.3 കോടി ഡോളറാണ് ധനസഹായം നൽകിയത്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവന്ന ഒരു വർഷത്തിന് ശേഷമാണ് അദാനിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് US പ്രോസിക്യൂഷൻ എത്തുന്നത്. ഹിൻഡൻബർഗ് മാത്രമല്ല, ഇന്ത്യയിലെ ഭരണകൂടത്തെ അപകീർത്തിപ്പെടുത്തുക എന്നതുകൂടെ ലക്ഷ്യമിട്ടാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്ന് നേരത്തെ അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ഹിൻഡൻബർഗ് ആരോപണത്തിൽ കഴമ്പില്ല എന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയതാണ്. ആ ആരോപണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും കൃത്യമായ തെളിവുകൾ ഇല്ല എന്നതിനാലാണ് സുപ്രീം കോടതി അദാനിക്കെതിരായ ഈ കേസ് തള്ളിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ.